മരംകൊത്തിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് കുറേയേറെ കമൻസുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മരംകൊത്തികളെ കുറിച്ച് തന്നെയാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. മരംകൊത്തികളെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വീടിൻ്റെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ള മരത്തേലൊക്കെ, പ്രത്യേകിച്ച് മണ്ട പോയ മരങ്ങളിലും ഉണങ്ങിയ മരങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്ന മരംകൊത്തി ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മരംകൊത്തിയെക്കുറിച്ചുള്ള പൊതുവായ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം നമുക്ക് കേരളത്തിൽ കാണുന്ന കുറേ സ്പീഷീസുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മരംകൊത്തിയുടെ പ്രധാന ആയുധം എന്ന് പറയുന്നത് അവരുടെ ബീക്ക് അല്ലെങ്കിൽ കൊക്കാണ്. അപ്പം നമുക്ക് ആദ്യം ആ ബീക്കിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഈ ബീക്ക് നല്ല സ്ട്രോങ് ആണ്. ഇവരെന്നും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മരത്തെ പോയിരുന്ന് കൊത്തിയിട്ട് ആ മരത്തിനകത്തുള്ള ലാർവകളൊക്കെ എടുത്താണ് കഴിക്കുന്നത്. വണ്ടുകളുടെ ലാർവകളൊക്കെ ഉണ്ട്, അതെടുത്താണ് ഇവർ മെയിനായിട്ട് കഴിക്കുന്നത്. ഈ വണ്ടുകളുടെ ലാർവകൾ കൂടാതെ പലതരത്തിലുള്ള ഉറുമ്പുകൾ, ചിതലുകൾ, ചെറിയ പുഴുക്കൾ, ഇവയെല്ലാം ഇവർ പിടിച്ച് കഴിക്കാറുണ്ട്. ഇവർക്ക് നല്ല നീളമുള്ള പശിമയുള്ള നാക്കാണുള്ളത്. അത് വെച്ചിട്ടാണ് ഇവർ ഈ വണ്ടുകളെയും ലാർവകളെയും ഒക്കെ എടുത്ത് കഴിക്കുന്നത്. അതുകൂടാതെ ഇവർ പൂക്കളുടെ തേന് കുടിക്കാറുണ്ട്, മരത്തിലുള്ള ചെറിയ പല്ലികളെ പിടിച്ച് തിന്നാറുണ്ട്, ഓന്തുകളെ പിടിച്ച് തിന്നാറുണ്ട്, പക്ഷികളുടെ മുട്ട, ഇതൊക്കെ ഇവർ കഴിക്കാറുണ്ട്. മരംകൊത്തികൾ നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉള്ളവരാണ്. കണ്ണിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കണ്ണിൽ ഇവർക്കൊരു സ്ഥലമുണ്ട്. അതിന് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. അത് ഇവർ മരത്തിലിങ്ങനെ ആഞ്ഞു കൊത്തുന്ന സമയത്ത് എന്തെങ്കിലും പൊടിയോ അല്ല മരത്തിൻ്റെ ചീളോ ഒന്നും കണ്ണിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇവർ ആഞ്ഞു കൊത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവരിങ്ങനെ അടച്ചു വെക്കാറുണ്ട് ഈ മെംബ്രെയിൻ. അതുപോലെ തന്നെ ഇവർക്ക് നല്ല കേൾവിശക്തിയുണ്ട്. കേൾവിശക്തിയുടെ കാര്യം പറയുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഇവർ മരത്തിൽ ഇങ്ങനെ കയറി അള്ളിപ്പിടിച്ച് മേളിലോട്ട് കയറുന്ന സമയത്ത് ചെറിയ ലാർവകളിലൊക്കെ സൗണ്ട് ഇവർക്ക് കേൾക്കാൻ പറ്റും. ചിലപ്പോൾ ഇവർ കൊത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ പോസ് ചെയ്തിട്ട് ഈ ചെവി ഇങ്ങനെ മരത്തോട് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ അതിൻ്റെ തടിക്കകത്ത് ഇങ്ങനെ ലാർവയൊക്കെ മൂവ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അത് കേട്ടിട്ട് അവിടെ തന്നെ കൊത്തി ഇവർ ഈ ലാർവകളെ വെളിയിലെടുത്ത് കഴിക്കാറുണ്ട്. ഇനി ഇവരുടെ കാലിൽ 4 വിരലുകളുണ്ട്. ഈ വിരലുകൾക്ക് കൊണ്ടൊരു പ്രത്യേകത, 2 വിരലുകൾ മുന്നിലോട്ടും 2 വിരലുകൾ പുറകോട്ടുമായിട്ടുള്ള രീതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സൈഗോഡാക്ടൈൽ ഫീറ്റ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മരത്തിലൊക്കെ കുത്തനെ കയറി പോകാനും ഇറങ്ങി വരാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള വിരലുകളാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ വാലും നല്ല സ്ട്രോങ് ആണ്. നല്ല സ്റ്റിഫ് ആൻഡ് സ്ട്രോങ്, നല്ല ദൃഢവും നല്ല സ്ഥിരവുമായിട്ടുള്ളതാണ്. അവരിങ്ങനെ മരത്തെ കയറി പോകുന്ന സമയത്ത് ഈ വാൽ ഇവർ മരത്തിലോട്ട് ഇങ്ങനെ ചേർത്ത് വെക്കും. അപ്പോൾ നമ്മളൊരു ഏണിയൊക്കെ വെച്ച് മരത്തെ കയറുന്ന പോലെ ഒരു പ്രൊട്ടക്ഷൻ പോലെ അവർക്ക് ഒരു എക്സ്ട്രാ താങ്ങായിട്ട് ഈ വാൽ ഇവർ ഹെൽപ്പായിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ ഇവരുടെ പറക്കലിനുണ്ട് പ്രത്യേകത. ഇവരിങ്ങനെ ഉയർന്നും താഴ്ന്നും ഒക്കെയാണ് പറക്കുന്നത്. അണ്ടുലേറ്റിംഗ് ഫ്ലൈറ്റ് എന്നാണ് ഇതിന് പറയാറുള്ളത്. പിന്നെ ഇവർ ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഇവർ നമുക്കറിയാലോ നമ്മുടെ വീടിനടുത്തോ കാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണങ്ങിയ മരങ്ങൾ കാണാം. ആ മരത്തിലൊക്കെ പോയിട്ട് ഇവർ സ്ഥിരമായിട്ട് പൊത്തുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ ലാർവയെ തപ്പി, വണ്ടുകളുടെ ലാർവയൊക്കെ തപ്പി ഇവർ ചെറിയ പൊത്തുകളൊക്കെ കഴിച്ച് പിന്നെ അത് അടുത്ത പൊത്ത് തപ്പി അവർ പോകും, അടുത്ത മരം തപ്പി അവർ പോകും. അപ്പോൾ ഇവരിങ്ങനെ കുഴിച്ചിടുന്ന ഈ ചെറിയ പൊത്തുകളൊക്കെയാണ് പിന്നീട് നമ്മുടെ നാട്ടിലുള്ള മൈനകളും കുട്ടുറുവനും ബാക്കിയുള്ള തത്തകളും അല്ലെങ്കിൽ ചില സമയത്ത് ഉടുമ്പുകൾ, മൂങ്ങകൾ, വവ്വാലുകൾ, ഇങ്ങനെ പല ജീവികൾ ഈ പൊത്തുകൾ ഉപയോഗിച്ചാണ് അവരവരുടെ കൂട് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പൊത്തുകളെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൗഡായിട്ടുള്ളൊരു പക്ഷികളാണ്. ഇവർ പറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ പോയിരുന്ന് കൊത്തുന്ന സമയത്തോ ഒക്കെ ഇവർ നല്ല ലൗഡായിരിക്കും. ഈ കൊത്തുന്ന സൗണ്ടും സ്പീഷീസിനനുസരിച്ച് വ്യത്യസ്തമായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇവർ സാധാരണ ഒരു പെയറായിട്ടാണ് കാണപ്പെടുന്നത്. 2 പക്ഷികളൊക്കെ ആയിരിക്കും ഒരുമിച്ച് കാണുന്നത്. അതുകൂടാതെ പലപ്പോഴും ചില സ്പീഷീസുകളൊക്കെ കൂട്ടമായിട്ടും കാണാറുണ്ട്. ഈ മരംകൊത്തികൾ ദിവസം മുഴുവൻ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മരത്തെ പോയിരുന്നു ഇങ്ങനെ ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ശാസ്ത്രലോകം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മരത്തിൽ ഇങ്ങനെ ആഞ്ഞു കൊത്തുന്ന സമയത്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് തലവേദന ഇല്ലാത്തതെന്നുള്ളൊരു ചോദ്യം. നമുക്കറിയാലോ, നമ്മൾ പോയി ഏതെങ്കിലും ഒരു മരത്തിനിട്ട് ഇങ്ങനെ ആഞ്ഞിടിക്കാൻ നോക്കിയാലോ അല്ലെ മറ്റേതെങ്കിലും പക്ഷികളൊക്കെ ആഞ്ഞിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ തലവേദന എടുക്കുമല്ലോ, നമുക്ക് തലയ്ക്ക് നല്ല ക്ഷത വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നും ഈ വുഡ്പക്കറിന് അല്ലെങ്കിൽ മരംകൊത്തികൾക്ക് ഇതൊന്നും തലവേദന എടുക്കുകയോ തലയ്ക്ക് ക്ഷത വെക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഈ മരംകൊത്തികളൊക്കെ ഒരു സെക്കൻഡ് ചിലപ്പോൾ 15-20 പ്രാവശ്യമൊക്കെയാണ് മരത്തിൽ ഇങ്ങനെ ആഞ്ഞു കൊത്തുന്നത്. അപ്പോൾ ഈ കൊത്തുന്ന സമയത്തൊന്നും ഇവരുടെ തലയോട്ടിക്കോ അല്ലെങ്കിൽ ഇവരുടെ തലച്ചോറിനൊന്നും ക്ഷതമേൽക്കാത്ത രീതിയിലാണ് ഇവരുടെ തലച്ചോറും അവരുടെ ശരീരത്തിലുള്ള മറ്റു ഭാഗങ്ങളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ആ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇവർക്ക് വളരെ ചെറിയ തലച്ചോറാണുള്ളത്. തലച്ചോറ് ഈ തലയോട്ടിക്കുള്ളിൽ ഇങ്ങനെ വളരെ ടൈറ്റായിട്ട് പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടൈറ്റായിട്ടാണ് ഈ തലച്ചോറ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ തലയോട്ടിക്ക് കൊണ്ടൊരു പ്രത്യേകത, തലയോട്ടിയുടെ മുൻഭാഗം നല്ല സ്റ്റിഫ്, നല്ല ഹാർഡായിട്ടിരിക്കുന്നതും അതിൻ്റെ പുറകിലും പല ഭാഗത്തും ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെൽമെറ്റ് വെക്കുന്ന പോലെ ഇരിക്കും. അപ്പം ഇതിൻ്റെ ഷോക്കൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് പല സ്ഥലത്തോട്ടും ഇങ്ങനെ വ്യാപിച്ചു പോകും. നേരെ തലച്ചോറിലോട്ട് എത്താത്ത രീതിയിലാണ് ഈ തലയോട്ടി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളൊരു
ഹെൽമെറ്റ് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കധികം തലയ്ക്ക് ക്ഷതമേക്കത്തില്ല. അതുപോലാണ് ഈ തലയോട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇവരുടെ കഴുത്തിലെ മസിലൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഈ മസിലുകളൊക്കെ ഇവരെ ഈ മരത്തിലൊക്കെ ആഞ്ഞു കൊത്താനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഇവര് മരത്തെ കൊത്തുന്ന സമയത്ത് വേറെ പ്രത്യേകത ഉണ്ട്. മരത്തിൽ ഇവർ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആഞ്ഞു കൊത്തുന്നത്. ഇങ്ങനെ സൈഡിൽ നിന്ന് കൊത്തുക ഒന്നും അല്ല ഇവർ ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തടി എടുത്തിട്ട് അല്ലെങ്കിൽ മരത്തിലൊക്കെ ആണി അടിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇങ്ങനെ ചുറ്റിക വെച്ചിട്ട് അടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലാണ്. അപ്പം നേരെ ഷോക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അത് വന്നിട്ട് അത് പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ മരംകൊത്തികൾ കൊത്തുന്നവരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് മരത്തെ കൊത്തുന്നത്. ഇവരുടെ നാവിനും ഉണ്ട് പ്രത്യേകത. ഇവരുടെ നാക്ക് നല്ല നീളമുള്ളതാണ്. മെയിനായിട്ട് ഇവരുടെ ബീക്കിനേക്കാളും നല്ല നീളമുണ്ട്. മെയിനായിട്ടും ഇവർ ഈ ചെറിയ പ്രാണികളെയും വണ്ടുകളുടെ ലാർവയൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാവ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാക്ക് തൊണ്ടയിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബോണുണ്ട്, ഹയോയിഡ് ബോൺ എന്നാണ് പറയുന്നത്. ആ ഹയോയിഡ് ബോൺ ഇങ്ങനെ തലയോട്ടിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി വന്നിട്ട് അതിങ്ങനെ ഈ സ്കള്ളിന് മേളിൽ ആങ്കർ ചെയ്ത് നിൽക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അവരിങ്ങനെ മരത്തിലൊക്കെ ആഞ്ഞു കൊത്തുന്ന സമയത്ത് അതിൻ്റെ ഫോഴ്സ് പല രീതിയിലോട്ട് വ്യാപിച്ചു പോകാനായിട്ടാണ് ഈ ഹയോയിഡ് ബോണും ഇത്ര നീളമുള്ള നാക്കും ഇവരെ സഹായിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എത്ര നേരം ഇരുന്ന് മരത്തെ കൊത്തിക്കൊണ്ടിരുന്നാലും ഇവർക്ക് തലച്ചോറിന് യാതൊരുവിധ ക്ഷതമേക്കത്തുമില്ല. അങ്ങനെയാണ് ഇവരുടെ ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേയേറെ റിസർച്ച് പേപ്പേഴ്സൊക്കെ കാണും. അതിൽ വായിച്ചു നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിൽ വുഡ്പക്കേഴ്സ് കൺകഷൻ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് മരംകൊത്തി സ്പീഷീസുകളിലേക്ക് വരാം. ലോകത്താകമാനം ഏകദേശം 250-ലധികം സ്പീഷീസ് മരംകൊത്തികളുണ്ട്. ഇന്ത്യയിൽ 33 ഇനം മരംകൊത്തികളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 13 ഇനം മരംകൊത്തികളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ മരംകൊത്തികളെ തന്നെ 3 സബ് ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രൂ വുഡ്പക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാട്ടുമരംകൊത്തിയൊക്കെ അതിനകത്ത് പെടുന്നതാണ്. പിന്നെ ഒരെണ്ണം പിക്കുലെറ്റ്സ് എന്നൊക്കെ പറയും. നമ്മുടെ അങ്ങാടിക്കുരുവിയേക്കാളും അതിൻ്റെ ഒക്കെ പകുതി വലിപ്പം വെക്കുന്ന വളരെ ചെറിയ വുഡ്പക്കേഴ്സാണ്. അതിനെ പിക്കുലെറ്റ്സ് എന്നൊക്കെ പറയും. പിന്നെ കഴുത്തുപിരിയൻ കിളി എന്നൊക്കെ പറയുന്ന റൈനക്സ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽപ്പെട്ട ഒരു വുഡ്പക്കറാണ്. ഈ 3 സ്പീഷീസുകളും കേരളത്തിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് കേരളത്തിൽ കാണുന്ന സ്പീഷീസുകൾ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് നാട്ടുമരംകൊത്തി അല്ലെങ്കിൽ ലെസർ ഗോൾഡൻ ബാക്ക് വുഡ്പക്കർ, ബ്ലാക്ക് ക്രൗൺ ഫ്ലെയിം ബാക്ക് എന്നിങ്ങനെ 2 കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് പേരുകളുണ്ട്. ഇത് നാട്ടുമ്പുറത്ത് വളരെ സാധാരണ, നമ്മളൊക്കെ സാധാരണ വീട്ടിനടുത്തും നമ്മുടെ നാട്ടുമ്പുറത്തും ഒക്കെ സാധാരണ കാണാറുള്ള ഈ നാട്ടുമരംകൊത്തിയായിരിക്കും. ഇതിൻ്റെ പുറത്ത് നല്ല ഗോൾഡൻ കളറിലുണ്ട്. ഇതിൻ്റെ വാലിന് നല്ല കറുത്ത നിറമാണ്. റമ്പ് വാലിന് തൊട്ട് മേളിലായിട്ട് നല്ല കറുത്ത നിറമുണ്ട്. നല്ല ചുവന്ന പൂവുണ്ട് തലയുടെ മേളിൽ. ആൺപക്ഷിക്ക് അത് നല്ല പ്രോമിനൻ്റ് ആയിട്ട് നല്ല ചുവന്ന പൂവുണ്ട്. പെൺപക്ഷിയുടെ എന്ന് പറഞ്ഞാൽ കണ്ണിന് തൊട്ട് മേളിലായിട്ട് പുറകിലായിട്ട് മാത്രമായിരിക്കും ചെറുതായിട്ട് ചുവന്ന പൂ കാണാൻ പറ്റുക. വേറെ പ്രത്യേകത, ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ഇതിൻ്റെ കഴുത്തിലും നെഞ്ചത്തുമായിട്ട് കറുത്ത നിറം കാണാൻ പറ്റും. വെളുപ്പ് കൂടിയ കറുത്ത നിറം കാണാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് നാട്ടുമരംകൊത്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് വേറെ സ്പീഷീസുകളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ 2-3 സ്പീഷീസ് ഈ നാട്ടുമരംകൊത്തിയായിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള 2-3 സ്പീഷീസ് ഉണ്ട്. ഇത് തമ്മിൽ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് അതിൻ്റെ കഴുത്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിൽ ഇങ്ങനെ കറുത്ത നിറം ഉണ്ടെങ്കിൽ അത് നാട്ടുമരംകൊത്തിയാണ്. രണ്ടാമത്തേത് ത്രിയങ്കുലി മരംകൊത്തി അല്ലെങ്കിൽ കോമൺ ഫ്ലെയിം ബാക്ക് എന്ന് പറഞ്ഞൊരു മരംകൊത്തിയാണ്. നമ്മുടെ നാട്ടുമരംകൊത്തിയേക്കാൾ 1-2 സെൻറ്റിമീറ്റർ വലിപ്പം കൂടുതലുണ്ട്. കാട്ടിലാണ് ഈ ത്രിയങ്കുലി മരംകൊത്തിയെ കാണാൻ പറ്റുക. പ്രത്യേകിച്ച് നല്ല ഇടതൂർന്ന കാടുകളിലൊക്കെ നമുക്ക് അപൂർവമായിട്ട് ഈ മരംകൊത്തിയെ കാണാൻ പറ്റും. നാട്ടുമരംകൊത്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ കഴുത്ത് നല്ല വെളുത്ത നിറത്തിലായിരിക്കും. ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മരംകൊത്തികൾക്കൊക്കെ സാധാരണയായിട്ട് 4 വിരലുകളാണുള്ളത്. 2 മേളിലോട്ടും 2 താഴോട്ടുമായിട്ടിരിക്കും. പക്ഷേ ഈ ത്രിയങ്കുലി മരംകൊത്തിയുടെ പ്രത്യേകത ഇതിന് 3 വിരലുകളാണുള്ളത്. 2 മേളിലോട്ടും 1 താഴോട്ടും ഉള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 3 വിരലുള്ളൊരു മരംകൊത്തിയാണ് ഇത് ത്രിയങ്കുലി മരംകൊത്തി. അടുത്തത് വലിയ പൊന്നി മരംകൊത്തി അല്ലെങ്കിൽ മലബാർ ഫ്ലെയിം ബാക്ക് എന്ന് പറയും. കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പേര് മാറ്റിയിട്ട് പഴയ പേരെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് എന്നാണ് നമ്മളതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് നാട്ടുമരംകൊത്തിയേക്കാളും അത്യാവശ്യം വലുപ്പമുള്ള മരംകൊത്തിയാണ്. അതിൻ്റെ കഴുത്ത് നല്ല വെളുത്ത നിറത്തിലായിരിക്കും. അതുപോലെ തലയ്ക്ക് മേളിൽ പ്രോമിനൻ്റ് ആയിട്ട് ഒരു ചുവന്ന പൂ കാണാൻ പറ്റും. ചെറിയ വെളുപ്പും കറുപ്പും കൂടി ചെറിയ ഫൈനായിട്ടുള്ള സ്ട്രൈപ്സ് കാണാൻ പറ്റും. കാട്ടിലാണ് ഈ വുഡ്പക്കറിനെ കാണാൻ പറ്റുന്നത്. നാട്ടുമ്പുറത്തൊന്നും സാധാരണ ഇതിനെ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാട്ടിൽ നല്ല ഇടതൂർന്ന കാടുകളിലൊക്കെ ഈ വലിയ പൊന്നി മരംകൊത്തിയെ കാണാനായിട്ട് സാധിക്കും. അടുത്തത് പാണ്ടൻ പൊന്നി മരംകൊത്തി. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് വൈറ്റ് നേവ് വുഡ്പക്കർ എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു വുഡ്പക്കറാണ്. ഇത് ചിന്നാർ കാണാറുണ്ട്. പിന്നെ പാലക്കാട് പ്രദേശങ്ങളാണ് കാണപ്പെടുന്നത്. പാലക്കാടിൻ്റെ നെന്മാറയുടെ അടുത്തും അട്ടപ്പാടിയിലൊക്കെ ഈ വുഡ്പക്കറിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുമരംകൊത്തികളൊക്കെ നല്ല വലുപ്പമുണ്ട്. കഴുത്തിന് പുറകിലായിട്ട് നല്ല വെളുത്ത നിറം ഇതിനെ എളുപ്പത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ ചുവപ്പ് പൂക്കളുണ്ട് തലയിൽ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. കേരളത്തിൽ അത്ര അപൂർവമാണ്. പക്ഷേ ഞാൻ നോർത്തിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ സാധാരണമായിട്ട് പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു വുഡ്പക്കറാണ് ഈ വൈറ്റ് നേവ് വുഡ്പക്കർ. ഇതാണ് ഞാൻ പറഞ്ഞ ഈ 4 സ്പീഷീസുകൾ. കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന 4 സ്പീഷീസുകൾ. ഈ 4 ഫോട്ടോ ഞാൻ ഒരുമിച്ച് ഇവിടെ ഇടാം. അടുത്തത് കാക്ക മരംകൊത്തി. ഇംഗ്ലീഷിൽ ഇതിന് വൈറ്റ് ബെല്ലീഡ് വുഡ്പക്കർ എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വുഡ്പക്കറാണ് ഈ കാക്ക മരംകൊത്തി. ഏകദേശം കാക്കയുടെ അത്രയും തന്നെ സൈസും ഉണ്ട്. കറുത്ത നിറം ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിനെ കാക്ക മരംകൊത്തി എന്ന് വിളിക്കാൻ കാര്യം. ഇതിൻ്റെ നെഞ്ചത്തൊക്കെ നല്ല വെള്ള നിറമുണ്ട്.
കണ്ണിന് മേളിലായിട്ട് നല്ല ചുവന്ന പൂവുണ്ട്, കണ്ണിന് താഴെ ചെറിയൊരു ചുവപ്പ് നിറം കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാക്ക മരംകൊത്തിയെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ കേരളത്തിലുള്ള പല കാടുകളിലും ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതൂർന്ന കാടുകളിലും ഡ്രയർ റീജിയനായിട്ടുള്ള കാടുകളിലൊക്കെ ഈ കാക്ക മരംകൊത്തിയെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മഞ്ഞ കാഞ്ചി മരംകൊത്തി അല്ലെങ്കിൽ സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ്പക്കർ എന്ന് പറയും. ഈ സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ്പക്കർ സാധാരണയായിട്ട് കാണപ്പെടുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും, നല്ല വരണ്ട പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്നിരുന്നാലും നാട്ടുമ്പുറങ്ങളിലും അല്ലാത്ത നമ്മുടെ കാടുകളിലൊക്കെ ഇതിനെ കാണാറുണ്ട്. ഈ മരംകൊത്തിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇത് നല്ല പച്ച കളറിലുള്ളൊരു മരംകൊത്തിയാണ്, പച്ച നിറമാണ്. അതിൻ്റെ ആൺ പക്ഷിയുടെ തലയുടെ മേളിൽ നല്ല ചോപ്പ് ക്യാപ്പുണ്ട്, അത് പെൺപക്ഷിയുടെ ആകുമ്പോഴത്തേക്കിന് കറുത്ത നിറത്തിലിരിക്കും. അതുപോലെ ഇതിൻ്റെ കഴുത്തിലൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറുള്ള സ്ട്രീക്കുകൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇനി ഇംഗ്ലീഷ് സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ്പക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു മരംകൊത്തികളെ അപേക്ഷിച്ച് ഇത് നിലത്ത് ഇറങ്ങിയിട്ട് ചെതലുകളെ മറ്റു ഉറുമ്പുകളെയൊക്കെ തിന്നാനായിട്ട് താല്പര്യപ്പെടുന്ന വുഡ്പക്കറാണ് ഈ സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ്പക്കർ. അടുത്തത് മഞ്ഞപ്പിടലി മരംകൊത്തി അല്ലെങ്കിൽ ലെസർ യെല്ലോ നേപ്പ് എന്നാണ് ഇനി ഇംഗ്ലീഷിലുള്ള പേര്. കാട്ടിലും നാട്ടുമ്പുറത്തും ഒക്കെ സാധാരണമായിട്ട് കാണപ്പെടുന്ന വുഡ്പക്കർ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ്പക്കറിനെ പോലൊക്കെ ഇരിക്കും. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഇതിന് കഴുത്തിന് പുറകിലായിട്ട് നല്ല മഞ്ഞ നിറമുണ്ട്, ആ നേപ്പ് നല്ല പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് യെല്ലോ നേപ്പ് എന്ന് പേര് വന്നേക്കുന്നത്, ലെസർ യെല്ലോ നേപ്പ് എന്ന് പേര് വരിക. അതുപോലെ തന്നെ അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ സ്ട്രീക്കുകളൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ വയറിൻ്റെ ഭാഗത്ത് വെളുത്ത വരകൾ കാണാൻ പറ്റും, ഹൊറിസോണ്ടലായിട്ടുള്ള വരകൾ കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ മഞ്ഞപ്പിടലി മരംകൊത്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അടുത്തത് ചിത്രാംഗത മരംകൊത്തി അല്ലെങ്കിൽ ഹാർട്ട് സ്പോട്ടഡ് വുഡ്പക്കർ. കാടിലും നാട്ടുമ്പുറത്തും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അപൂർവമായിട്ടുള്ള പക്ഷിയാന്ന് പറയുന്ന സമയത്ത് തന്നെ ചിലപ്പോഴൊക്കെ നാട്ടുമ്പുറത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് ഈ ചിത്രാംഗത മരംകൊത്തി. ഏകദേശം അങ്ങാടിക്കുരുവിയുടെ അത്രയും വലുപ്പമുള്ളൂ, അപ്പോൾ ചെറിയ പക്ഷിയാണിത്. ഇത് കറുത്ത നിറത്തിലാണ്, അതുപോലെ അതിൻ്റെ ദേഹത്ത് വെളുത്ത നിറത്തിലോ അല്ലെ ക്രീം നിറത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസിൻ്റെ മുകളിലായിട്ട് നല്ല ഹാർട്ട് ഷേപ്പിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള കറുത്ത പൊട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പേര് വന്നേക്കുന്നത് ഹാർട്ട് സ്പോട്ടഡ് വുഡ്പക്കർ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ വുഡ്പക്കർ നല്ല വോക്കലായിട്ടുള്ള വുഡ്പക്കറാണ്. ദൂരെ ആണെങ്കിലും ഈ പക്ഷി എളുപ്പത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ചില സമയങ്ങളിലൊക്കെ ഈ പക്ഷികൾ കൂട്ടമായിട്ട് 7-8 കൂട്ടങ്ങളായിട്ടൊക്കെ നമ്മളിതിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ക്യാമറയായിട്ട് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു മരത്തെ വന്നിരുന്നു ഈ ചിത്രാംഗത മരംകൊത്തി വന്ന് കുറേ നേരം ഇങ്ങനെ കൊത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, അതൊക്കെ ഞാൻ ഇവിടെ ഇടാം. അടുത്തത് മറാഠ മരംകൊത്തി, യെല്ലോ ക്രൗൺ വുഡ്പക്കർ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ഇത് സാധാരണയായിട്ട് ഡ്രയർ റീജിയൻ അല്ലെങ്കിൽ വരണ്ട പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ മരംകൊത്തിയെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കറുപ്പും വെളുപ്പും നിറഞ്ഞ നല്ല സൗന്ദര്യമുള്ളൊരു മരംകൊത്തിയാണിത്. ഇതിൻ്റെ തലയുടെ മേളിലായിട്ട് നല്ല മഞ്ഞ കളറിലുള്ള ക്രൗൺ കാണാൻ പറ്റും, ചുവപ്പും കൂടിയ കളറും ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഇതിൻ്റെ നെഞ്ചിലൊക്കെ നല്ല ചുവപ്പ് നിറമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ മറാഠ മരംകൊത്തിയെ തിരിച്ചറിയാൻ പറ്റും. അടുത്തത് തണ്ടാൻ മരംകൊത്തി അല്ലെങ്കിൽ ബ്രൗൺ ക്യാപ്ഡ് പിഗ്മി വുഡ്പക്കർ എന്ന് പറയും. പിഗ്മി വുഡ്പക്കർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും. അങ്ങാടിക്കുരുവിനേക്കാളും ഇച്ചിരിയുടെ വലുപ്പം കുറഞ്ഞിരിക്കുന്ന ഒരു വുഡ്പക്കറാണ് ഈ തണ്ടാൻ മരംകൊത്തി. കറുപ്പും വെളുപ്പും കൂടിയ നിറമാണുള്ളത്. അതുപോലെ കണ്ണിന് അവിടെ നിന്ന് ചെറിയൊരു ബ്രൗൺ വര താഴോട്ട് വരുന്നുണ്ട്. തലയുടെ മേളിലായിട്ടുള്ള നല്ല ബ്രൗൺ ആയിട്ടുള്ളൊരു ക്യാപ്പ് ഉണ്ട്, നല്ല പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇതിനെ ബ്രൗൺ ക്യാപ്പ് പിഗ്മി വുഡ്പക്കർ എന്ന് പറയുന്നത്. ചെറിയൊരു വെളുത്ത പുരികമൊക്കെ ഉണ്ട് ഈ വുഡ്പക്കറിന്. ഇത് മരത്തേൽ ഇങ്ങനെ മണ്ടയ്ക്ക് ഇരുന്ന് കൊത്തുന്ന സമയത്ത് ചില സമയത്തൊന്നും നമുക്കത് കാണാൻ പോലും പറ്റത്തില്ല, ഇതിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന ഒരു വുഡ്പക്കറാണ്. കൂടുതലായിട്ടും ഡ്രയർ റീജിയൻ വരണ്ട പ്രദേശങ്ങളിൽ കാണുന്ന ഒരു വുഡ്പക്കറാണ്. എന്നിരുന്നാലും നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇതിനെ സാധാരണമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ചെമ്പൻ മരംകൊത്തി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് റൂഫസ് വുഡ്പക്കർ എന്നാണ് അതിൻ്റെ പേര്. കണ്ട എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും, നല്ല ചെമ്പൻ കളറിൽ അല്ല ചുവപ്പ് കൂടിയ ചെമ്പൻ കളറിലിരിക്കും. ആ കണ്ണിന് പുറകിൽ ഒരു ചെറിയ ചുവപ്പ് നിറമൊക്കെ ഉണ്ട്. ഇത് കണ്ടാൽ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മറ്റ് വുഡ്പക്കറുമായിട്ട് അല്ലെങ്കിൽ മറ്റ് മരംകൊത്തിയായിട്ടൊന്നും തെറ്റിപ്പോകാൻ ഇടയില്ലാത്തൊരു വുഡ്പക്കറാണ് ഈ റൂഫസ് വുഡ്പക്കർ. ഈ മരംകൊത്തി കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ മരംകൊത്തി മറ്റു മരംകൊത്തികളെ പോലെ ഇങ്ങനെ മരത്തിലൊക്കെ പോയി കൊത്തി കിഴിച്ച് എടുത്ത് കഴിക്കുന്ന ഒരു വുഡ്പക്കറല്ല. ഇത് സാധാരണമായിട്ട് കഴിക്കുന്നത് ഉറുമ്പുകളെയും ചെതലുകളുമാണ്. നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് മരത്തേലൊക്കെ വലിയ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ കൂട്ടം ആയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു കൂടുണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളെ വാലന്റൈൻ ആൻഡ് എന്നാണ്, വാലന്റൈൻ ഉറുമ്പുകൾ എന്നാണ് പറയുന്നത്, ക്രെമറ്റോകാസ്റ്റ് ആൻസ് എന്നാണ് പറയുന്നത്. അവരാണ് ഈ മരത്തിലൊക്കെ ഇങ്ങനെ വലിയ കൂടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മരംകൊത്തിയുടെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഉറുമ്പുകളാണ്. ഇവർ പോയിട്ട് ഈ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട്.
പക്ഷെ വേറെ പ്രത്യേകത, ഇത് കൂട് കൂട്ടാറാകുന്ന സമയത്ത് ഇവർ ഈ ഉറുമ്പിൻ്റെ കൂടിൻ്റെ അകത്താണ് കൂട് കൂട്ടുന്നത്. ഇവർ പോയിട്ട് ചെറിയൊരു ഹോൾ, ഒരു തുളയുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്തൊന്നും ഈ ഉറുമ്പുകളൊന്നും ഈ മരംകൊത്തികളെ അറ്റാക്ക് ചെയ്യാറില്ല. അതിപ്പോഴൊരു മിസ്റ്ററി ആയിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. എന്താ ഇതിന് കാരണം? ഒരു പക്ഷേ ഇവരൊരു കെമിക്കൽ കാമഫ്ലാഷ് എന്ന് പറയും. ഒരു പക്ഷേ ഉറുമ്പിൻ്റെ അതേ കെമിക്കൽ ഈ വുഡ്പക്കറിൻ്റെ ദേഹത്തുമുണ്ട്. അത് കാരണം ഈ ഉറുമ്പുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തുടരുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അവരുടെ കൂട് അറ്റാക്ക് ചെയ്ത് കൂട് പൊളിച്ചിട്ട് അകത്ത് പോയി കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഉറുമ്പുകളൊന്നും ഈ മരംകൊത്തിയെ അറ്റാക്ക് ചെയ്യാതെന്നുള്ള കാര്യം ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തുടരുന്നുണ്ട്. ഈ ചെമ്പൻ മരംകൊത്തികൾ കാട്ടിൽ മാത്രമല്ല നാട്ടുമ്പുറത്തുമൊക്കെ ഇതിനെ കാണാറുണ്ട്. അതുപോലെ നാട്ടിലെയും കാട്ടിലും ഒക്കെ ഉള്ള ഉറുമ്പുകളെയൊക്കെ തിന്നാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉറുമ്പിൻ്റെയൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ മരംകൊത്തികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രൂ വുഡ്പക്കേഴ്സ് സബ് ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മരംകൊത്തി ചിന്നനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്പെക്കിൾ പിക്കിലറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ വുഡ്പക്കറിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ അങ്ങാടിക്കുരുവിയുടെ പകുതി വലിപ്പമുള്ളൂ. അപ്പം നമ്മളിതിനെ കാട്ടിൽ പോകുന്ന സമയത്ത് ഇതിനെ കാണുന്നതിലും കൂടുതൽ നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ. ഏറ്റവും മരത്തിൻ്റെ മണ്ടയ്ക്കോ ചെറിയ മരത്തിൻ്റെയൊക്കെ ബ്രാഞ്ചിലിരുന്ന് കുത്തി എന്തെങ്കിലും ചെറിയ ബീറ്റിലുകളെയോ ചെറിയ വണ്ടുകളെയോ ഉറുമ്പുകളെയൊക്കെ എടുത്ത് തിന്നുന്ന വളരെ ചെറിയൊരു മരംകൊത്തിയാണ് ഈ മരംകൊത്തി ചിന്നൻ. ഞാൻ ഈ മരംകൊത്തികളെക്കുറിച്ച് വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കിന് ഒരു മരംകൊത്തിയുടെ സൗണ്ട് എനിക്ക് കേട്ടു. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ മരംകൊത്തി ചിന്നൻ മരത്തിന് മുകളിലിരിക്കുന്നു. ഞാൻ ഓടിപ്പോയിട്ട് ക്യാമറ എടുത്തുകൊണ്ട് വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്കിന് ഈ രണ്ട് മരംകൊത്തി ചിന്നന്മാർ, ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു. അമ്മയും കുഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അത്രയും തന്നെ വലുപ്പമുള്ളൊരു കുഞ്ഞ്. ഇത് അമ്മ ഓരോ ചെറിയ ബീറ്റിലിനെയും ചെറിയ ഉറുമ്പുകളെയൊക്കെ പിടിച്ച് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റും. അത് എനിക്ക് നല്ലൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയത്. ഈ മരംകൊത്തി ചിന്നന്മാർക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വുഡ്പക്കറിലൊന്നാണ്. വളരെ ചെറുതാണിത്. ഞാൻ പറഞ്ഞാൽ അങ്ങാടിക്കുരുവിയുടെ പകുതി സൈസേ ഉള്ളൂ. ഇത് മരത്തിലെ സാധാരണയായിട്ട് വുഡ്പക്കറൊക്കെ മരത്തിന് മേളിലോട്ടും താഴോട്ടൊക്കെ ഇറങ്ങും. പക്ഷേ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ, ഹൊറിസോണ്ടലായിട്ടൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിൻ്റെ അടിയിൽ പോയിട്ട് അതിനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞൊക്കെ ഈ വുഡ്പക്കറിന് നടക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ കാട്ടിലൊക്കെ വേറൊരു പക്ഷിയുണ്ട്, ഗൗളിക്കിളി എന്ന് പറഞ്ഞൊരു പക്ഷി. ആ ഗൗളിക്കിളിയൊക്കെ നടക്കുന്നത് പോലെ തന്നെ ഈ മരംകൊത്തി ചിന്നനും ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയ്ക്കൂടെയും അതിൻ്റെ മരത്തിൻ്റെ ചെറിയ ബാർക്കിൻ്റെ കടിയിലൊക്കെ വന്നിട്ട് പിടിച്ചിരുന്നിട്ട് ചെറിയ ഉറുമ്പുകളെയും ചെറിയ വണ്ടുകളെയൊക്കെ തപ്പിയെടുത്ത് കഴിക്കാനുള്ള കഴിവ് ഈ മരംകൊത്തി ചിന്നനുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ട്രൂ വുഡ്പക്കേഴ്സ് അല്ലാതെ ഈ പിക്കിലറ്റ്സ് എന്ന് പറഞ്ഞ ഫാമിലിയിൽ, അല്ലെങ്കിൽ മരംകൊത്തി ചിന്നന്മാർ എന്ന് പറഞ്ഞ വേറെ സബ് ഫാമിലിയിൽ പെടുന്ന ഒരേ ഒരു വുഡ്പക്കർ കേരളത്തിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് ഇത് മാത്രമാണ്. സ്പെക്കിൾ പിക്കിലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ത്യയിൽ വൈറ്റ് ബ്രോഡ് പിക്കിലറ്റ് എന്ന് പറഞ്ഞ വേറെ സ്പീഷീസ് ഉണ്ട്. അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെയാണ് കാണപ്പെടുന്നത്. അടുത്തത് കഴുത്തു പിരിയൻ കിളി, ഇംഗ്ലീഷിൽ യൂറേഷ്യൻ റൈനക്ക് എന്ന് ആണ് അതിൻ്റെ പേര്. കണ്ടു കഴിഞ്ഞാൽ മരംകൊത്തികളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ളൊരു പക്ഷിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ രാച്ചുക്കുകൾ എന്ന് പറഞ്ഞൊരു പക്ഷികളൊക്കെ ഉണ്ട്, നൈറ്റ് ജാർസ് എന്നൊക്കെ പറഞ്ഞ്. കണ്ടാൽ ഏകദേശം അതുപോലൊക്കെ ഇരിക്കും ഈ റൈനക്കിനെ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കേരളത്തിൽ ഇത് മൈഗ്രേറ്ററി പക്ഷിയാണ്. ഇത് നോർത്തിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു പക്ഷിയാണ് ഈ റൈനക്സ് ഒക്കെ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് മരംകൊത്തികൾ ചെയ്യുന്ന പോലെ മരത്തിലൊക്കെ പോയി കൊത്തി എടുത്ത് വണ്ടുകളെയും ലാറുകളെയും കഴിക്കുന്ന സ്വഭാവമൊന്നും ഈ റൈനക്സിനില്ല. ഇത് മെയിനായിട്ട് നിലത്തൊക്കെ ഇറങ്ങിയിട്ട് ഉറുമ്പുകളെയും ചെറിയ ചെതലുകളെയൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബീക്കിന് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബീക്കല്ല. മറ്റു വുഡ്പക്കേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഈ റൈനക്സിൻ്റെ ബീക്ക് വളരെ വീക്കായിട്ടുള്ളൊരു ബീക്കാണ്. വേറെ പ്രത്യേകത, ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് ഇതിനെ കയറി പിടിക്കാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ ഇതിനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിങ്ങനെ കഴുത്തിങ്ങനെ പിരിച്ച്, ചെറിയ തലയുടെ മുകളിൽ ചെറിയൊരു ക്രസ്റ്റ് പോലുണ്ട്, ഇങ്ങനെ കഴുത്ത് തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പാമ്പ് ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്ന പോലൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഈ കഴുത്ത് കണ്ടമാനം ഇങ്ങനെ തിരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഇതിന് റൈനക്ക് എന്ന് തന്നെ പേര് വരാനായിട്ട് കാര്യം. അല്ലെങ്കിൽ മലയാളത്തിൽ കഴുത്ത് പിരിയൻ കിളി എന്ന് പേര് വരാൻ കാര്യം. ഈ പക്ഷികളുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ വുഡ്പക്കേഴ്സൊക്കെ മരത്തിൻ്റെ പൊത്തിൻ്റെ അകത്തൊക്കെയാണ് മുട്ടയിടുന്നത്. പക്ഷേ ഈ പക്ഷികളൊക്കെ വേറെ ഏതെങ്കിലും മരപ്പൊത്തുകൾ, വുഡ്പക്കേഴ്സ് ഉണ്ടാക്കിയ മരപ്പൊത്തിൻ്റെ അകത്താണ് മുട്ടയിടുന്നത്. ഇത് സ്വന്തമായിട്ട് മരപ്പൊത്ത് ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. ചില സമയത്തൊക്കെ ഏതെങ്കിലും ബിൽഡിങ്ങുകളിലൊക്കെ ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോയി നെസ്റ്റ് ചെയ്യാറുണ്ട് ഈ റൈനക്സുകളൊക്കെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയോ ഈ മരംകൊത്തി വർഗത്തിൽ വന്നുപെട്ട ഒരു പക്ഷി പോലെ തോന്നും ഈ റൈനക്സിനെ കണ്ടാൽ. ഇതൊക്കെയായിരുന്നു മരംകൊത്തിയെ പറ്റിയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചോദ്യമുണ്ട്. ലോകത്തിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മരംകൊത്തി, അത് നമുക്ക് ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. എനിക്ക് കോർബറ്റ് നാഷണൽ പാർക്ക് വെച്ച് ആ മരംകൊത്തിയെ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു മരംകൊത്തിയാണ്, കൂട്ടമായിട്ട് കാണപ്പെടുന്ന ഒരു മരംകൊത്തിയാണ്. അതിൻ്റെ പേരറിയാവുന്നവർ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പല സജഷനും ചെയ്യാറൊക്കെയുണ്ട്. അതെല്ലാം ഞാൻ കാണാറുണ്ട്. അതൊക്കെ സമയം പോലെ നമുക്കെടുത്ത് ഓരോന്നായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.